നരേന്ദ്രമോദിയുടെ നയതന്ത്ര എഫക്ട്. ഹോർമുസ് കടന്നുകൊണ്ട് ഭാരതത്തിലേക്ക് എത്തുന്നത് 8 കപ്പലാണ്. ഒടുവിലായി തന്നെ ഗ്രീൻ സാൻവി എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുകൊണ്ട് തന്നെ ഹോർമുസ് ആകട്ടെ ഇറാൻ അടച്ചുപൂട്ടിയതോടുകൂടി തന്നെ ഇത് ആഗോള വിപണി, അതായത് ആഗോള തലത്തിൽ തന്നെ എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ തന്നെ പാചകവാതകത്തിന്റെ പോലും ലഭ്യതക്കുറവ് രൂക്ഷമാവുകയും മാത്രമല്ല ഇറാനുമായി ഒരു ചർച്ചകൾ നടത്തുകയും അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെയാണ് ഈ 8 കപ്പലുകൾ ഇപ്പോൾ ഭാരതത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല രാജ്യത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോലും തള്ളിവിടാൻ നമ്മുടെ രാഷ്ട്ര തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിക്കില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരാളുടെ മുന്നിൽ പോലും ഇന്ത്യ മുട്ടുമടക്കില്ല എന്ന വ്യക്തമായ നിലപാട് പോലും അദ്ദേഹം സ്വീകരിച്ചതിന്റെ തൽഫലമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇത്രയധികം സുരക്ഷിതത്വം നൽകാൻ അല്ലെങ്കിൽ അതിന് സാധിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിലേക്ക് 8 കപ്പൽ കൂടെ എത്തുമ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവ് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതായി വരുന്നുവെന്നും ഇവിടെ പൊതുജന അഭിപ്രായമായി തന്നെ പുറത്തു വരികയാണ്. മാത്രമല്ല അവരുടെ കയ്യടി പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു സന്ദർഭത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം തുടരുന്നതിനിടെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ ഇന്ത്യയിൽ എത്തിയത് 8 കപ്പലുകൾ. സംഘർഷം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ കപ്പലുകൾ എത്തിയത് ഇന്ത്യയിലേക്ക് തന്നെയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇളവ് നൽകും എന്നത് തന്നെ ഇറാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 28 US ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് ആഗോള ഇന്ധന വിപണിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകളിൽ 60% ഇറാനിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതോ ആണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വെല്ലുവിളികൾക്കിടയിൽ പോലും ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് സുരക്ഷിതമായി തന്നെ അവിടെ എത്താൻ സാധിച്ചിരിക്കുകയാണ്. യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും 8 ഇന്ത്യൻ കപ്പലുകൾ ഇതുവരെ ഹോർമുസ് കടന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ MD ശിവാലിക്, MD നന്ദാദേവി, ജഗ് ലഡാക്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടയർ, BW ഏലം, അതേപോലെ ഗ്രീൻ സാൻവി എന്നീ കപ്പലുകളാണ് സുരക്ഷിതമായി തന്നെ ഹോർമുസ് കടന്നിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും പാചകവാതകവും അസംസ്കൃത എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളാണ് എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 46,650 മെട്രിക് ടൺ LPGയുമായി തന്നെ കടന്നുപോയ ഗ്രീൻ സാൻവിയാണ് ഈ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ കപ്പൽ. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നീ കപ്പലുകൾക്കും അനുമതി ലഭിച്ചേക്കും. ഇന്ത്യൻ പതാകയുള്ള 15-ലേറെ കപ്പലുകൾ നിലവിൽ ഹോർമുസ് മേഖലയിലുണ്ട്. ഇറാൻ അധികൃതരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചകളാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ വഴിയൊരുക്കിയിരിക്കുന്നത്. തങ്ങളോട് ശത്രുത പുലർത്താത്ത രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. എന്നാൽ അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി തന്നെ ബന്ധമുള്ള കപ്പലുകൾക്ക് ഈ അനുമതി ലഭിക്കില്ല എന്ന് പോലെ അവിടെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന സൂചനയുമായി ഇറാൻ പാർലമെന്റ് ആകട്ടെ, അതായത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ആകട്ടെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഹോർമുസിന് പിന്നാലെ തന്നെ ലോകത്തിലെ മറ്റൊരു പ്രധാന കപ്പൽ പാതയായ ബാബ് അൽ മദ്ബ ആകട്ടെ അത് ആ കടലിടുക്കിലൂടെ പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ എണ്ണ, ഗോതമ്പ്, വളം എന്നിവയുടെ വിതരണത്തിൽ ഈ പാതയ്ക്കുള്ള പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.